കൂട്ടുകാർക്കും വിദ്യാ പ്ലസിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാത്സിൽ ഒന്നാമത്തെ ചാപ്റ്ററായ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ വർഗ്ഗങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 11 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് പെട്ടെന്ന് നോക്കി വന്നാലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ടേബിൾ വരച്ചിട്ട് പറയാം കേട്ടോ. എന്ത് വരച്ചിട്ട് പറയാം? ഒരു ടേബിൾ വരച്ച് മിസ് ഇത് സിമ്പിളാക്കി ഒന്ന് പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടേബിൾ വരയ്ക്കാണ്ടായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതാ മിസ് ഇവിടെ ഒരു ടേബിൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ 4 കോളുണ്ട്. ഇതിൽ എത്ര കോളുണ്ട്? 4 കോളുണ്ട് കേട്ടോ. ഇതാ 4 എണ്ണം ഇതിൻ്റെ ഉള്ളിലോട്ട് മിസ് വരച്ചു കേട്ടോ. 4 എണ്ണം ഇതിൻ്റെ ഉള്ളിലോട്ട് വരച്ചു. ഇനി പറയുന്ന കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. നമുക്ക് തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 64ന്റെ സ്ക്വയർ ആണ് അല്ലേ, 64ന്റെ സ്ക്വയർ ആണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ 64 എന്നുള്ളത് മിസ് ഇവിടെ എഴുതുകയാണ്. 64 എന്നുള്ളത് 60 + 4 ആണ്. അപ്പോൾ ഇവിടെ മിസ് 60 എഴുതി, ഇവിടെ 4 എഴുതി. ഇവിടെ മിസ് വീണ്ടും എന്ത് എഴുതി? 60 എഴുതി, ഇവിടെ 4 എഴുതി അല്ലേ. 60നെ 4 കൊണ്ട് കൂട്ടുമ്പോഴാണ് 64 കിട്ടുന്നത്. അത് നമുക്കറിയാലോ. ഇനി നെക്സ്റ്റ് അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 60ഉം ഈ കിടക്കുന്ന 60ഉം ഇതാ ഈ കിടക്കുന്ന ഈ 60ഉം ഈ 60ഉം കൂടെ നമ്മൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഒന്നെങ്കിൽ 60 × 60 എന്ന് എഴുതാം, അല്ലെങ്കിൽ 60 സ്ക്വയർ എന്ന് എഴുതിയാലും ശരിയാണ് അല്ലേ. 60 × 60 എന്ന് പറയുന്നത് എത്രയാണ്? 60നെ 2 പ്രാവശ്യം എഴുതി ഗുണിക്കുക എന്നാണ് അല്ലേ. അപ്പം നമുക്കത് എന്ത് എഴുതാം? 60 സ്ക്വയർ എന്ന് എഴുതാം. ഇനി അടുത്ത കുളത്തിൽ വരേണ്ടത് ഈ 60നെ 4 കൊണ്ട് ഗുണിച്ചിട്ട് എഴുതാം. അപ്പം എന്താ ഇവിടെ വരിക? 60 × 4 എന്ന് വരും. റെഡിയാണോ? ഇനി അടുത്ത കുളത്തിൽ എന്താ വരിക? 4നെ ഈ കിടക്കുന്ന 60 കൊണ്ട് ഗുണിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? 60 × 4 എന്ന് വരും. ശരിയല്ലേ? ഓക്കെ. നെക്സ്റ്റ് അടുത്ത് എന്തായിരിക്കും? ഈ 4നെ ഈ 4 കൊണ്ട് ലാസ്റ്റ് കിടക്കുന്ന 4 കൊണ്ട് ഗുണിച്ച് എഴുതുക കേട്ടോ. അപ്പോൾ 4 × എന്ത് വരും? 4 എന്നാണ് വരുന്നത്. റെഡിയാണോ? അപ്പോൾ 4 × 4 എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? 4 സ്ക്വയർ എന്ന് എഴുതാം. 4 എന്ത് എഴുതാം? സ്ക്വയർ. ഇനി ശ്രദ്ധിച്ചോ കേട്ടോ, മിസ് ഇവിടെ എഴുതുന്ന കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. അടുത്തത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പം 64 സ്ക്വയർ എന്ന് പറയുന്നത് മിസ് 60 സ്ക്വയർ എന്ന് എഴുതുക കേട്ടോ. 64 സ്ക്വയർ എന്ന് പറയുന്ന മിസ് എന്ത് എഴുതി? ആദ്യത്തെ കൊടുത്ത് കിടക്കുന്ന 60 എന്ന് എഴുതി. നെക്സ്റ്റ് അടുത്ത് ഞാനൊരു പ്ലസ് കൊടുത്തു കേട്ടോ. അടുത്ത എത്ര കൊടുത്തത്? പ്ലസ്. അടുത്ത ആളാരാ നോക്കിക്കേ മക്കളെ? 60 × 4 ആണ് കേട്ടോ. ഒരു മാറ്റം വരുത്തിയില്ല. 60 × 4 എന്ന് എഴുതി കേട്ടോ. 60 × മിസ് എന്താ എഴുതിയത്? 4 എന്ന് എഴുതി. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം, ഇത് എത്ര ഉണ്ടെന്ന് നോക്കിക്കേ. ഇവിടെ ഒന്ന് കിടപ്പുണ്ട്, ഇവിടെ ഒന്ന് കിടപ്പുണ്ട്. സോ ഞാൻ എന്ത് എഴുതി? × 2 എന്ന് എഴുതി. ഇൻറ്റു എത്ര എഴുതിയേക്കുന്നത്? 2. അത് കഴിഞ്ഞതാ ഇവനെ മാറാതിരിക്കാൻ ഞാനൊരു ബ്രാക്കറ്റ് ഇട്ട് അവർ സെറ്റ് ചെയ്തു. ഇനി ഒരു പ്ലസ് കൂടി ഇട്ടു. ലാസ്റ്റ് കിടക്കുന്ന ആളെന്ന് പറയുന്നത് ആരാണ്? 4ന്റെ സ്ക്വയർ ആണ്. ശരിയല്ലേ? 4ന്റെ എന്താണ്? സ്ക്വയർ. 4 × 4 എന്ന് പറയുന്നത് 4 സ്ക്വയർ ആണ്. ഇനി നോക്കിക്കേ മക്കളെ, 60ന്റെ സ്ക്വയർ. 60നെ 60 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 3600 എന്ന് കിട്ടും. റെഡിയാണോ? 3600. അടുത്ത നമ്മൾ എന്താ ചെയ്യേണ്ടത്? 60നെ 4 കൊണ്ട് ഗുണിച്ചിട്ട് അതിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. ഒന്ന് മിസ് കാണിച്ചു തരാം കേട്ടോ. ചില പിള്ളേർക്ക് ഗുണിക്കാനൊന്നും അത്ര പിടുത്തുണ്ടാവില്ല. അതുകൊണ്ട് മിസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. 60 × 4. 4 × 0 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. 4 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. റെഡിയാണോ മക്കളെ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഇൻറ്റു 2 കൂടെ ചെയ്യുക. 2 കൂടെ ഇവിടെ കിടപ്പുണ്ടല്ലോ, ഇൻറ്റു 2 ചെയ്യുക. 2 × 0 0 ആണ്. 2 × 4 എത്രയാണ്? 8 ആണ്. 2 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. സോ ഇവിടെ നമുക്ക് എത്ര വരും? 480 എന്ന് വരും. വീണ്ടും ഈ പ്ലസ് അതുപോലെ താഴോട്ട് ഇറക്കി എഴുതുക. പിന്നെ നമ്മൾ ആരെ കണ്ടുപിടിക്കേണ്ടത്? 4ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 4 × 4 എത്ര വരിക? 16 എന്ന് വരും അല്ലേ. ഇനി ഇതെല്ലാവരും കൂടെ എഴുതി കൂട്ടുകയാണ് വേണ്ടത് കേട്ടോ. ആദ്യം എത്രയാണ്? 3600 ആണ്. എഴുതി കൂട്ടുമ്പോൾ ഇവിടെ ക്ലാസ് ചെയ്യുമ്പോൾ കാണാം, എഴുതി കൂട്ടുമ്പോൾ എന്താണ്? ഒന്നിച്ച് എഴുതാനുള്ളതിന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനങ്ങൾ മാറി എഴുതരുത് കേട്ടോ. അടുത്ത 480 ആണ്. അപ്പോൾ എവിടെയാണ് 4 വരേണ്ടത്? 6ന്റെ താഴെയാണ് കേട്ടോ. 0ന്റെ താഴെ 8 വരും, ലാസ്റ്റ് 0 വരും. ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. അടുത്ത് എന്താണ്? 16. 8ന്റെ താഴെയാണ് 1 വരിക, 6 ലാസ്റ്റും വരും കേട്ടോ. ഇങ്ങനെ തന്നെ സ്ഥാനം തെറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ ആൻസർ തെറ്റും. 0 0 6. അപ്പോൾ എത്ര വരും? 6 എന്ന് വരും. 8 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. 6 + 4 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. അപ്പോൾ 10ന് 0 ചേർത്തു. ഇവിടെ എത്രയാണ്? സിസ്റ്റം 1 കൊടുത്തു കേട്ടോ. 3 1 എത്രയാണ്? 4 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 4096 എന്ന ആൻസർ കിട്ടും കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യായിരുന്നു അല്ലേ? 4096. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം ഈ കോളം വരച്ച് ചെയ്യുന്നത് പറയുന്നുണ്ട് കേട്ടോ. അടുത്ത് നമുക്ക് എത്ര ചെയ്യേണ്ടത്? 35. സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. 35 എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കണേ. കോളം ഒന്നും മിസ് വരയ്ക്കുന്നില്ല, പെട്ടെന്ന് ചെയ്യാം.
സോ 35 എന്ന് പറയുന്നത് നമുക്ക് ആദ്യം എത്ര എഴുതാം 30 + 5 ആണ് 35 അല്ലേ 30 + 5 ആണ് 35. അപ്പോൾ മിസ് ആദ്യം ഇങ്ങനെ എഴുതിയേ 30ന്റെ സ്ക്വയർ റെഡിയാണോ ഇനി പ്ലസ് ഇട്ടു അടുത്ത എത്രയൊക്കെ ആയിരിക്കും വരുന്നത് 30 × 5 30 × 5 ഇൻറ്റു എത്ര വരും 2 എന്ന് വരും റെഡിയാണോ ഈ 30 × 5 നമ്മൾ കോളത്തിലേക്ക് ആക്കിയ രണ്ടാമത്തെ കോളത്തിൽ എത്രയായിരിക്കും വരുന്നത് 30 × 5 ആണ് അത് രണ്ടെണ്ണം ഉണ്ടാവും അല്ലേ ഇവിടെ ഒന്നുണ്ടാവും ഇവിടെ ഒന്നുണ്ടാവും അതുകൊണ്ടാണ് 30 × 5 എന്ന് വന്നത് ഇൻറ്റു എത്ര വരും മക്കളെ 5 സ്ക്വയർ എന്ന് വരും 5 എന്താ വരിക സ്ക്വയർ എന്ന് വരും അടുത്ത് നോക്കിയേ 30ന്റെ സ്ക്വയർ 30നെ 2 പ്രാവശ്യം ഗുണിച്ചാൽ എത്രയാ 3 × 3 എന്ന് പറയുന്നത് എത്രയാണ് 9 ആണ് പിന്നെ 2 പൂജ്യം അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ പോരെ റെഡി അല്ലേ നെക്സ്റ്റ് അടുത്ത് എത്ര വരും 30 × 5 3 × 5 എന്ന് പറയുന്നത് 15 ആണ് അപ്പോൾ 150നോട് 2 കൂടെ ഗുണിച്ചാൽ എത്രയാണ് 300 ആണ് അല്ലേ വേണം കാണിച്ചു തരാം കേട്ടോ 30 × 5 5നോട് 0 ഗുണിച്ചാൽ 0 ആണ് 5 × 3 എന്ന് പറഞ്ഞാൽ 15 ആണ് ആണല്ലോ റെഡി ആണല്ലോ ഇനി അതിനോട് വീണ്ടും ഒരു 2 കൂടെ ഗുണിക്കുക അപ്പോൾ 2 × 0 0 ആണ് 2 × 5 എന്ന് പറഞ്ഞാൽ 10 ആണ് 10ന് 0 കൊടുക്കുക 1 ശിഷ്ടം കൊടുക്കുക കേട്ടോ 2 × 1 2 ആണ് പിന്നെ ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് 3 ആണ് സോ ഇവിടെ എത്ര വരും 300 എന്ന് വരും പ്ലസ് 5 ഇവിടെ പ്ലസ് ആണ് വരുന്നത് ഇൻറ്റു ഇട്ടല്ലേ മിസ്സേ ഇവിടെ പ്ലസ് ആണ് വരുന്നത് 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് 25 ആണ് കേട്ടോ 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് 25 ആണ് റെഡിയാണോ അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ എത്ര വരും 90 + 300 പിന്നെ 25 നമുക്കൊന്ന് കൂട്ടി നോക്കാം അല്ലേ ജസ്റ്റ് ഒന്ന് മായ്ച്ചിട്ട് കൂട്ടാവേ ഇവിടെ ഒന്ന് മായ്ച്ച് കളയ ടൈംസേ ഈ സൈഡിൽ തന്നെ കൂട്ടാം നമുക്ക് ആ ടേബിൾ വരച്ച് കാണിച്ചത് മിസ് ഒന്ന് എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ ഈ സെക്ഷൻ്റെ ആദ്യം ഈ ടേബിൾ പഠിക്കുന്നുണ്ട് സോ ഇതെന്താ ഒരു എളുപ്പത്തിന് വേണ്ടി മിസ് കാണിച്ചു തന്നൂന്നുള്ളേ അല്ലാണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും എളുപ്പം കേട്ടോ ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് കൂട്ടേണ്ട സംഖ്യ എന്ന് പറഞ്ഞു മക്കളെ ഏതൊക്കെയാണ് കൂട്ടേണ്ട സംഖ്യ എന്ന് പറയുന്നത് 900 ഉണ്ട് അല്ലേ 900 പ്ലസ് നെക്സ്റ്റ് അടുത്ത് എത്രയാണ് ഒരു 300 ഉണ്ട് പിന്നെ അടുത്ത് എത്രയുള്ളത് 25 ആണുള്ളത് അല്ലേ അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി 5 കിട്ടി 0 0 2 എത്രയാണ് 5 കിട്ടി 9 + 3 എന്ന് പറയുന്നത് എത്രയാണ് 12 എന്ന് കിട്ടും അല്ലേ അപ്പോൾ എത്ര ആൻസർ വരുന്നത് 1225 എന്ന് ആൻസർ വരും സിമ്പിൾ അല്ലായിരുന്നോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു അല്ലേ ഇനി നെക്സ്റ്റ് അടുത്ത എത്രയാണ് എഴുന്നേക്കുന്നത് 47 ആണ് അതുകൂടെ നമുക്കൊന്ന് ചെയ്യാം കേട്ടോ 47ന്റെ സ്ക്വയർ അല്ലേ സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ 47ന്റെ സ്ക്വയർ ആണ് ശരിയാണോ അപ്പോൾ 47ന്റെ സ്ക്വയർ വരുമ്പോൾ ആദ്യം നമുക്ക് എത്ര വരും 40 സ്ക്വയർ എന്ന് വരും അല്ലേ മക്കളൊന്ന് ജസ്റ്റ് സൈഡിൽ തെറ്റായിരിക്കാൻ 40 + 7 എന്ന് നമ്മൾ ആലോചിച്ച് വെക്കുക കേട്ടോ 40നെ 7 കൊണ്ട് കൂട്ടുമ്പോഴാണ് നമുക്ക് 47 കിട്ടുന്നത് അല്ലേ അപ്പോൾ 40ന്റെ സ്ക്വയർ വന്നു ദെൻ അടുത്ത് എന്ത് വരും പ്ലസ് എന്ന് വരും അടുത്ത എത്രയാണ് 40 × 7 × 2 ഇത് ആ കോളത്തിൽ 2 പ്രാവശ്യം വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ ദെൻ അടുത്ത് എന്ത് കൊടുക്കുക പ്ലസ് കൊടുക്കുക ലാസ്റ്റ് എത്രയാണ് 7ന്റെ സ്ക്വയർ എടാ ഒട്ടും കിട്ടുന്നില്ലെങ്കിൽ ടേബിൾ ഒന്ന് വരച്ച് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇനി ഒട്ടും കിട്ടുന്നില്ലെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഫാസ്റ്റിൽ ചെയ്യാൻ പഠിക്കുക കേട്ടോ 40ന്റെ സ്ക്വയർ 4 × 4 എന്ന് പറയുന്നത് എത്രയാണ് 16 ആണ് അപ്പോൾ 16ഉം 2 0 കൂടെ കൂട്ടി കൊടുത്താൽ എത്ര കിട്ടും 40ന്റെ സ്ക്വയർ കിട്ടും അപ്പോൾ എത്രയാണ് 1600 പ്ലസ് 40 × 7 × 2 അപ്പോൾ എത്ര വരുന്നത് 560 എന്ന് വരും കേട്ടോ എത്ര വരുന്നത് 560 വീണ്ടും പ്ലസ് വരും 7ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് 49 ആണ് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് എഴുതി കൂട്ടി നോക്കാവേ 1600 പ്ലസ് 560 പ്ലസ് എത്രയാണ് 49 അപ്പോൾ ഇവിടെ എത്ര വരും 9 10ന് 0 വരും ശിഷ്ടം 1 വരും അല്ലേ പിന്നെ 5 1 6 6 6 12 12ന് 1 ശിഷ്ടം 1 1 2 അപ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് 2209 എന്നാണ് ആൻസർ കിട്ടുന്നത് സിമ്പിൾ അല്ലേ സിമ്പിൾ ആണ് അല്ലേ നെക്സ്റ്റ് അടുത്ത് നമുക്ക് ചെയ്യാം കേട്ടോ 53ന്റെ സ്ക്വയർ അടുത്ത എത്രേന്റെ സ്ക്വയർ ആണ് 53 അപ്പം ജസ്റ്റ് നോക്കിക്കേ മക്കളെ 50 + 3 ആണ് 53 റെഡിയാണോ 50 പ്ലസ് എത്രയാണ് 3 ആണ് ആ ഫസ്റ്റ് എത്ര വരിക 50 സ്ക്വയർ പ്ലസ് 50 × 3 × 2 റെഡിയാണോടാ ഓക്കെ അത് കഴിഞ്ഞ് പ്ലസ് വരും അടുത്ത എത്രയാണ് 3ന്റെ സ്ക്വയർ സിമ്പിൾ അല്ലേ സിമ്പിൾ ആണ് അല്ലേ ഇനി അടുത്ത എത്രയാണ് 50ന്റെ സ്ക്വയർ 5 × 5 25 ആണ് പിന്നെ സ്ക്വയർ ആയതുകൊണ്ട് 2 0 അങ്ങോട്ട് കൂട്ടി കൊടുത്താൽ മതി അല്ലേ എടാ ഞാൻ ചോദിക്കട്ടെ 50ന്റെ സ്ക്വയർ ഒക്കെ കാണാൻ 50 × 50 ആണ് കേട്ടോ ഓക്കെ ഡൗട്ടൊന്നും വേണ്ട കേട്ടോ 0 × 0 0 ആണ് 0 × 5 0 ആണ് 5 × 0 0 ആണ് 5 × 5 എന്ന് പറയുന്നത് എത്രയാണ് 25 0 0 2 5 അപ്പോൾ എത്രയാണ് 2500 എന്ന് കിട്ടും സിമ്പിളായിട്ട് ചെയ്യാം 5 × 5 ചെയ്തിട്ട് 2 0 അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് അടുത്തത് പ്ലസ് അതുപോലെ ഇറക്കി എഴുതുക 50 × 3 5 15 150 150 × 2 എന്ന് പറയുന്നത് എത്രയാണ് 300 ആണ് അല്ലേ അപ്പോൾ ഇവിടെ എത്ര വരും 300
പ്ലസ് 3 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 9 ആണ്. ചിലപ്പോൾ 3ന്റെ സ്ക്വയർ കണ്ടിട്ട് ചിലവർ ഞാൻ ചോദിക്കുമ്പോൾ തന്നെ 6 എന്ന് പറയലുണ്ട് കേട്ടോ. തെറ്റാട്ടോ മക്കളെ, 6 അല്ലേ. 3ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണ്? 3ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 3നെ 2 പ്രാവശ്യം എഴുതി ഗുണിക്കുക എന്നാണ് അല്ലേ. അപ്പോൾ 3 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും നോക്കാം. 2500 ഉണ്ട്, പ്ലസ് അടുത്ത എത്രയാണ്? 300 ഉണ്ട്, പ്ലസ് അടുത്ത എത്രയാണ്? 9. അപ്പോൾ 9 ആദ്യം എഴുതി, 0 എഴുതി, 5 + 3 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ് അല്ലേ. അപ്പോൾ 8 എഴുതി, 2 ഇറക്കി എഴുതി കേട്ടോ. അപ്പോൾ എത്ര വരും? 2809 എന്നാണ് ആൻസർ വരുന്നത് കേട്ടോ. ഇനി ഒരാളെ കൂടെ ചെയ്യാനുണ്ടല്ലോ സെക്ഷനിൽ. 88 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 88 കൂടെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. 88ന്റെ സ്ക്വയർ ആണ് നെക്സ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. 88ന്റെ സ്ക്വയർ പറഞ്ഞോ മക്കളെ. 88ന്റെ സ്ക്വയർ എങ്ങനെ ചെയ്യാം? 80 + 8 ആയിരിക്കും അല്ലേ. അപ്പോൾ ആദ്യം ആര് വരും? 80 സ്ക്വയർ പ്ലസ് 80 × 8 × 2 എന്ന് വരും. റെഡിയാണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് അടുത്ത എന്താ വേണ്ടത് നോക്കിക്കേ. പ്ലസ് 8 സ്ക്വയർ, പ്ലസ് എന്താ വരിക? 8 സ്ക്വയർ. ഇനി 80ന്റെ സ്ക്വയർ എങ്ങനെ കാണും? 8 × 8 ആദ്യം ചെയ്യുക. 8 × 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64 ആണ്. 2 0 അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി അല്ലേ. ഇനി പ്ലസ് അടുത്ത് എന്ത് വരും? 80 × 8 × 2. അപ്പോൾ എത്ര വരിക? 1280 എന്ന് വരും കേട്ടോ. വേണമെങ്കിൽ ഒന്ന് ഗുണിച്ച് കാണിച്ചു തരാം. ആദ്യം 80നെ 8 കൊണ്ട് ഗുണിക്കുക. 80നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 64 0 അല്ലേ. 8 × 8 64 ആണ്. പിന്നെ ഒരു 0 കൂടെ വരും. അപ്പോൾ അടുത്ത എത്ര ചെയ്യേണ്ടത്? ഇൻറ്റു എത്ര ചെയ്യണം? 2 എന്ന് ചെയ്യണം അല്ലേ. അപ്പോൾ 2 × 0 0 ആണ്. 2 × 4 എന്ന് പറയുന്നത് 8 ആണ്. പിന്നെ 2 × 6 എത്രയാണ്? 12 ആണ് അല്ലേ. സോ 1280 എന്ന് കിട്ടി. ഇനി അടുത്ത പറഞ്ഞേടാ. 8ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 64. അപ്പം മൊത്തം കൂട്ടി നോക്കാം അല്ലേ. 6400 പ്ലസ് 1280 പിന്നെ എത്രയാണ്? 64 ആണ്. അപ്പോൾ 4 ആദ്യം ഇറക്കി എഴുതി, പിന്നെ 8ഉം അതേപോലെ 6ഉം 8ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 14 ആണ് അല്ലേ. 14ന്റെ 4 എഴുതി, 1 ശിഷ്ടം എഴുതി അല്ലേ. അടുത്ത എത്ര വരുന്നത്? 7 1 ഇവിടെ 4 ആണ്. 4 1 5 6 7 അല്ലേ. 7 വരും. നെക്സ്റ്റ് അടുത്ത് എത്ര വരും? 7 തന്നെ വരും. അപ്പോൾ ആൻസർ നമുക്ക് എത്ര കിട്ടുന്നത്? 7744 എന്നാണ് ആൻസർ കിട്ടുന്നത്. സിമ്പിൾ അല്ലേ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആയിരുന്നു കേട്ടോ. ഇനി അടുത്ത സെക്ഷനുമായിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.